എന്തു പറ്റി? ഇന്ന് ആദമിനെ കണ്ടില്ലല്ലോ. അവൻ പ്ലേ സ്റ്റേഷനിൽ ഗെയിം കളിക്കുമായിരിക്കും. അവനിപ്പോ പ്ലേ സ്റ്റേഷനും ഭക്ഷണത്തിന്റെ കാര്യവും മാത്രമേ വിചാരമുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും അവന്റെ ഡാഡി കൊള്ളാം. ലേറ്റസ്റ്റ് വേർഷൻ പ്ലേ സ്റ്റേഷൻ അല്ലേ സിംഗപ്പൂരിൽ നിന്നും കൊണ്ടുവന്നേ? അത് ശരിയാ. കുട്ടികളെ, നിങ്ങൾ പ്ലേ സ്റ്റേഷനിൽ ഗെയിം കളിക്കുന്നതും പുതിയ പുതിയ ടെക്നോളജികൾ മനസ്സിലാക്കുന്നതും വളരെ നല്ലത് തന്നെയാ. പക്ഷേ അതിനുവേണ്ടി മാത്രം ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതും അത്ര നല്ല കാര്യമല്ല. ഹായ് ലെമൺ ജ്യൂസ്. കൊള്ളാം ഗ്രാൻഡ്മ. ഹായ് ജ്യൂസ്, എനിക്കും വേണം. ഇവന്റെ ഒരു കാര്യം, എവിടെ ഭക്ഷണമുണ്ടോ അവിടെ ആഡമും ഉണ്ട്. നീ സങ്കടപ്പെടേണ്ട ആദം. നിനക്കുള്ള ജ്യൂസ് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് കൂടി ആവാം. ഇവന്റെ ഒരു കാര്യം, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ടെന്നാ പപ്പ പറഞ്ഞേക്കുന്നത്. ഓഹോ, പപ്പ അങ്ങനെ പറഞ്ഞോ? അത് ഞാൻ വല്ലാതങ്ങ് ക്ഷീണിച്ചു പോയെന്നാ പപ്പ പറയുന്നേ. വാവ്, ഇതാരാ? ഇവന്റെ ഒരു കാര്യം. ഇതാണ് എന്റെ റൂണി. പപ്പ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. കൊള്ളാലോ റൂണി. നല്ല ബ്രീഡാണെന്ന് തോന്നുന്നു. അതെ, നല്ല ബ്രീഡാണ്. വളരെ കോസ്റ്റ്ലിയാണ് റൂണി. ഇവന് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. കൊച്ചു കൂട്ടുകാർക്ക് ഇഷ്ടമായോ റൂണിയെ? പറയൂ കുട്ടികളെ. കണ്ടോ, നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു റൂണിയെ. എന്നെ റൂണിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് റൂണിയെയും. നല്ല നായ്ക്കുട്ടി. നോ ഗ്രാൻഡ്മ, മിസ്റ്റർ റൂണി, അതാണ് അവന്റെ പേര്. അല്ല, അപ്പം മിസ്റ്റർ റൂണി എന്ന് തന്നെ വിളിക്കണോ അതോ വെറും റൂണിന്നോ? അത് പിന്നെ വെറും റൂണി എന്ന് വിളിച്ചാ മതി.
ഇവനാളും മിടുക്കനാണല്ലോ. ഇതൊന്നും അല്ല ഗ്രാൻഡ്മ, റൂണിക്ക് കുറെ ട്രിക്സ് അറിയാമല്ലോ. വാ പ്രിൻസേ, നമുക്ക് പുറത്തു പോയി കാണാം അവന്റെ അഭ്യാസങ്ങൾ. അത് കൊള്ളാം, വാ. റൂണി, come on, let's go outside. നിങ്ങൾക്ക് റൂണിയുടെ ട്രിക്സ് കാണണോ? Come on, Rooney. ഇതൊക്കെ എന്ത് ട്രിക്സ്! ആദം, നിന്റെ റൂണി ശരിക്കും ഒരു റെയർ ബ്രീഡ് തന്നെ. അതെ അതെ, എന്തൊക്കെ കുസൃതികൾ അവൻ കാണിക്കുന്നേ. ഓ, ഇതൊക്കെ എന്ത് ട്രിക്സ്! സിമ്പിൾ അല്ലേ? സാരമില്ല റൂണി, റോമസിന് ഇങ്ങനെയുള്ള ട്രിക്സ് സ്വന്തമായിട്ട് ചെയ്യാനാ താല്പര്യം. നീ അതൊന്നും കാര്യാക്കണ്ട. ഇനി നമുക്ക് റൂണിയേയും കൂട്ടി കളിച്ചാലോ? അത് കൊള്ളാം, നല്ല ഐഡിയ. എങ്കിൽ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാലോ? റൂണി എല്ലാവരെയും കണ്ടുപിടിക്കും. ഹൈഡ് ആൻഡ് സീക്ക്, വാവ്! ഞാൻ റെഡി. കൂട്ടുകാരെ, നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടണം കേട്ടോ. ഓക്കേ റൂണി, ലെറ്റ്സ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. ആർ യു റെഡി? എങ്കിൽ നമുക്ക് കളിക്കാം. സഹായിച്ചതിന് നന്ദി. എന്റെ റൂണി സൂപ്പറല്ലേ. ഞാനവനെ CBIയിൽ ചേർത്താലോ എന്ന് ആലോചിക്കുക. കൊള്ളാം. അപ്പോ നീ എന്ത് ചെയ്യും? റൂണിയെ CBIയിൽ എടുത്താ പിന്നെ എന്നെ അവര് CBI ഓഫീസർ ആക്കിയേക്കും. CBI ഓഫീസർ അത്
അതിനൊക്കെ നല്ല ആരോഗ്യം വേണ്ടേ ആദം? അതല്ലേ രസം. CBI ഓഫീസർ ആകുമ്പോൾ നല്ല ഫുഡും കിട്ടും. പിന്നെ ഇപ്പൊ തന്നെ ഡാഡി കൊണ്ടുവന്ന എല്ലാ ചോക്ലേറ്റ്സും ഞാൻ നന്നായി കഴിക്കുന്നുണ്ടല്ലോ. ഇവന്റെ ഒരു കാര്യം. ഇനി നിങ്ങളെല്ലാം ഹൈഡ് ചെയ്യൂ, ഞാൻ കണ്ടുപിടിക്കാം. ഞാൻ കണ്ടുപിടിക്കാൻ വരുവാണേ. ഉടനെ റൂണിയെ കണ്ടുപിടിക്കണം. കൂട്ടുകാരെ, നിങ്ങൾ റൂണി ഹൈഡ് ചെയ്ത സ്ഥലം കണ്ടോ? എങ്കിൽ കൂട്ടുകാരെ, റൂണി ഹൈഡ് ചെയ്തിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാമോ? ഇവിടെ ഇല്ലല്ലോ. എന്റെ റൂണി എവിടെ പോയി? നന്നായി. ഇനി ഇവന്റെ സന്തോഷവും ജാടയും കാണണ്ടല്ലോ. എവിടെ പോയി നീ? എനിക്ക് എത്ര ഇഷ്ടമായിരുന്നു നിന്നെ. എന്താ മക്കളെ, എന്ത് സംഭവിച്ചു? ഗ്രാൻഡ്പാ, ഞാൻ ഇനി എന്താ ചെയ്യും? ഞാൻ ഇനി എവിടെ പോയി റൂണിയെ അന്വേഷിക്കും? എനിക്ക് റൂണിയെ ഇപ്പം വേണം. കുട്ടികളെ, ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ പരീക്ഷിക്കും. അപ്പോൾ നമ്മൾ ദൈവനാമത്തിൽ ഉറച്ചു നിൽക്കണം. റൂണി ഒരു പട്ടിക്കുട്ടിയല്ലേ, അങ്ങ് പോട്ടേന്ന് വെച്ചേക്കണം. നീ സമാധാനിക്കൂ ആദം. എന്റെ ജീവനായിരുന്നു റൂണി, പിന്നെ എങ്ങനെ സമാധാനിക്കാനാ? ആഡം, വരൂ, നീ ഇവിടെ ഇരിക്കേ.
നിങ്ങൾ സർവശക്തനായ ദൈവം എബ്രഹാമിനെ പരീക്ഷിച്ച കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. കൂട്ടുകാരെ, നിങ്ങൾക്കും കേൾക്കണ്ടേ ആ മനോഹരമായ കഥ? വേണമെന്ന് പറയൂ കൂട്ടുകാരെ. ഒരു രാത്രിയിൽ വളരെ അസാധാരണമായ ഒരു ഉത്തരവ് ദൈവം അബ്രഹാമിന് നൽകി. അബ്രഹാം ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ തൻ്റെ മകനായ യിസ്ഹാക്കിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമായിരുന്നു അത്. തൻ്റെ മകനായ യിസ്ഹാക്കിനെ കൊണ്ടുപോയി ദഹനയാഗം കഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉത്തരവ്. ദഹനയാഗം എന്ന് വെച്ചാൽ എന്താ ഗ്രാൻഡ്പാ? ദഹനയാഗം എന്ന് വെച്ചാൽ മനുഷ്യബലി. അതായത് എബ്രഹാമിൻ്റെ മകനെ കൊണ്ടുപോയി ദഹിപ്പിക്കുവാനാണ് ദൈവം കൽപ്പിച്ചത്. യിസ്ഹാക്കിനെ കൊടുക്കുവാനോ തൻ്റെ പുത്രനെ യാഗം കഴിപ്പിക്കുവാനോ എബ്രഹാമിന് അത് വളരെ പ്രയാസമായി തോന്നി. അദ്ദേഹം തൻ്റെ മകനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. തനിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ലെങ്കിലും ദൈവത്തിൽ തന്നെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എബ്രഹാം പഠിച്ചിരുന്നു. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അബ്രഹാം ദഹനയാഗത്തിനാവശ്യമായ വിറകും മറ്റു സാധനങ്ങളും കരുതി വെച്ചിരുന്നു. അബ്രഹാം ദൈവത്തിൽ അത്രമേൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ അബ്രഹാം തൻ്റെ മകനായ യിസ്ഹാക്കിനെയും 2 ബാല്യക്കാരെയും കൂട്ടിക്കൊണ്ട് യാഗം കഴിക്കേണ്ട മലയിലേക്ക് യാത്ര പുറപ്പെട്ടു. 3 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ അവർ ദഹനയാഗം നടത്തേണ്ട മലയുടെ അടുത്തെത്തി. ഞങ്ങൾ പോയി ആരാധന കഴിച്ചിട്ട് വരാമെന്ന് അബ്രഹാം ബാല്യക്കാരോടായി പറഞ്ഞു. യിസ്ഹാക്ക് വിറകും അബ്രഹാം തീയും കത്തിയും എടുത്തുകൊണ്ട് മുൻപോട്ട് നടന്നു. ദഹനയാഗത്തിനുള്ള ആടെവിടെയെന്ന് യിസ്ഹാക്ക് തൻ്റെ പിതാവായ അബ്രഹാമിനോട് ചോദിച്ചു. എബ്രഹാം പറഞ്ഞ മറുപടി ദൈവം തന്നെ ഒരാടിനെ കരുതിക്കോളും എന്നായിരുന്നു. യാഗത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ശരിയായ സ്ഥലത്ത് തന്നെ അവരെത്തി. അവിടെ അബ്രഹാം തൻ്റെ മകനുള്ള യാഗപീഠവും പണിതു. ദൈവസന്നിധിയിൽ യാഗം കഴിക്കേണ്ടതിന് വിറകും അടുക്കി വെച്ചു. ഇതിനു മുമ്പ് പലതവണ അബ്രഹാം യാഗപീഠം പണിതിട്ടുണ്ട്. എന്നാൽ തീർച്ചയായും ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു യാഗപീഠമായിരുന്നു ഇത്. എബ്രഹാം തൻ്റെ പ്രിയപ്പെട്ട മകനായ യിസ്ഹാക്കിനെ കെട്ടിയതിനു ശേഷം യാഗപീഠത്തിൽ കിടത്തി. എബ്രഹാം യഥാർത്ഥമായും ദൈവത്തെ അനുസരിച്ചുകൊണ്ട് തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ പോവുകയാണോ? അതും തൻ്റെ പ്രിയപുത്രനെ. അതെ, എബ്രഹാം മേൽപോട്ടുയർത്തിയ കത്തിയുടെ മുന വെട്ടിത്തിളങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം തകരുകയായിരിക്കാം. അപ്പോഴും താൻ അറിഞ്ഞിരുന്ന ദൈവത്തിൽ അബ്രഹാം അടിയുറച്ചു വിശ്വസിച്ചു. നിർത്തുക, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. നിന്റെ ഏക മകനെ തരുവാൻ നീ മടിക്കാതിരുന്നത് അതുകൊണ്ടാണ്. കാട്ടിൽ ഒരു കോലാടിനെ കണ്ട അബ്രഹാം തൻ്റെ മകൻ യിസ്ഹാക്കിൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റിയിട്ട് അവന് പകരം കോലാടിനെ യാഗം കഴിച്ചു. ആ പിതാവും പുത്രനും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും ദൈവദൂതൻ അബ്രഹാമിനോട് സംസാരിച്ചു. നീ അനുസരിച്ചതിനാൽ നിന്റെ സന്തതിയാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഒരു ദിവസം എബ്രഹാമിൻ്റെ സന്തതിയിൽ നിന്നും യേശു ജനിക്കുമെന്നും അരുൾ ചെയ്തു.
നീ ഇപ്പോൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ മഹത്വം? ശരിയല്ലേ? ദൈവം എപ്പോഴും നല്ല മനസ്സുള്ള കുഞ്ഞാടുകളെ പരീക്ഷിക്കും. അപ്പോഴൊക്കെ നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. സത്യത്തിന്റെ പാത പിന്തുടരുകയും ചെയ്യണം. ഗ്രാൻഡ്പാ, എന്നോട് ക്ഷമിക്കണം. റൂണിയെ ഞാനാണ് ഒളിപ്പിച്ചത്. നല്ല ബ്രീഡൊക്കെ പറഞ്ഞപ്പോൾ അവനെ എന്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇപ്പോ എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. ദൈവം എന്നെയും പരീക്ഷിക്കുകയായിരുന്നു എന്നൊരു തോന്നൽ. നിന്റെ കുറ്റം നീ മനസ്സിലാക്കുമ്പോൾ തന്നെ നിന്റെ പ്രായശ്ചിത്തം സ്വീകരിക്കപ്പെടുന്നു റോമക്സ്. എന്നോട് ക്ഷമിക്കൂ ആദം. ക്ഷമിക്കൊക്കെ ചെയ്യാം, പക്ഷെ നീ ഞങ്ങൾക്കൊരു പിസ വാങ്ങിത്തരണം. Prince and Friends.